ശ്രീ വരാഹ ടെമ്പിൾ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് കൊല്ലത്ത് നിന്ന് 7-ാം തീയതി 6 മണി ട്രെയിൻ കയറി 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 9-ന് കീഴ്ത്തിരുപ്പതി വന്നെത്തി. അത് കഴിഞ്ഞിട്ട് മേൽത്തിരുപ്പതിയിൽ ചെന്നെത്തി മുറിയെടുത്ത് താമസിച്ച് കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് 2 മണിക്ക് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി പോയിരുന്നു. കൈ ഫോണൊന്നും കൊണ്ടുപോയിക്കൂടല്ലോ, അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അന്നേരം പറ്റിയില്ല. പക്ഷെ ക്യൂ എന്ന് വെച്ചാൽ ക്യൂ അങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് അങ്ങനെ പോയി അവസാനം ഒരു 6:15 മണിയായപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് തന്നെ കേൾക്കാം. അങ്ങോട്ട് എന്തൊരു ശബ്ദമാണ് എൻ്റെ ഹാർട്ടെന്നറിയാമോ? കയറാൻ പറ്റുമോ, നമ്മൾ കയറ്റി വിടുവോ, തിരികെ പറഞ്ഞ് വിടുവോ, എന്തോ ഒരു പേടിച്ചാണെന്നറിയാമോ ഞാൻ എൻട്രൻസിലോട്ട് കയറിപ്പോയത്. എൻട്രൻസ് ഒരെണ്ണമല്ല, ഒരുപാട് ചെക്കിങ് കഴിഞ്ഞാൽ അകത്തോട്ട് പോകേണ്ടത്. അവസാനം കമ്പ്യൂട്ടർ മുമ്പ് വന്ന് എത്തി. കയ്യിൽ ആധാരം ഉണ്ടെങ്കിൽ തന്നെ ആദ്യ ദർശനത്തെ എടുത്തിട്ട് ആ കൂപ്പൺ, അതായത് ആ ടിക്കറ്റ് 2 പേർക്കുള്ളതാണ്. ആ 2-ൽ ഒരാൾ ഞാനല്ല, എൻ്റെ നാത്തൂൻ്റെ മരുമോളാണ്. പിന്നെ ഞാൻ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നവർ ആധാർ ചോദിച്ചിരുന്നു. ഞാൻ ആ കുട്ടിയുടെ ആധാർ കാണിക്കുമ്പോഴായിരുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങേ അറ്റം കയറി. അകത്തോട്ട് വിടുവോ പുറത്തോട്ട് പോകാൻ പറയുമോ എന്ന് അങ്ങനെ പേടിച്ചിരുന്നപ്പം ആ പയ്യൻ പൊയ്ക്കോളാൻ പറഞ്ഞു. അന്നേരം എൻ്റെ ദൈവമേ, 1 കോടി രൂപ ലോട്ടറി ടിക്കറ്റ് കിട്ടിയാൽ പോലും അത്ര സന്തോഷം വരില്ല. അത്ര സന്തോഷമായിരുന്നു. ഭഗവാൻ നമ്മളെ അങ്ങോട്ട് കാണാൻ വിളിച്ചിട്ടുണ്ട്, ക്ഷണം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി തൊഴുത് തൃപ്തിയായിട്ട് തൊഴുത് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു യാത്ര, പ്രതീക്ഷിക്കാത്തൊരു ദർശനമായിരുന്നു അത്. പിന്നെ അവിടെ ചെന്നാൽ ഉന്തും തള്ളുമല്ലേ. എവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ ഇത്തിരി ഹൈറ്റുള്ളത് കൊണ്ട് ഭഗവാന്റെ പാദം കാണാൻ പറ്റും. അങ്ങനെ പറയാനുള്ള കംപ്ലൈൻ്റ് എല്ലാം ദൈവത്തിനോട് പറഞ്ഞ് അങ്ങനെ കയറി അവിടെ ചെന്നങ്ങ് എത്തി. തൊഴുതു പുറത്തോട്ട് ഇറങ്ങി. വളരെ സന്തോഷമാണ്. നിങ്ങളൊക്കെ എല്ലാവരുടെയും സഹായം കൊണ്ടായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞാൻ അവിടം വരെ ചെന്നെത്തിയത്.